ഹലോ ഹലോ ബ്രോക്കർ അന്നാമയല്ലേ? അതെ അന്നേമാണ്. അതെ, നമ്മുടെ ലാസർ മുതലാളിയില്ലേ? ലാസർ മുതലാളി. ലാസർ മുതലാളിയുടെ മോൻ ക്ലീറ്റസിന് നല്ലൊരു പെണ്ണിനെ വേണം. ആ ഉണ്ടല്ലോ, നല്ല പെണ്ണുണ്ട്, നല്ല പെണ്ണുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സ്റ്റാറ്റസിനും കൂടി ചേർന്നതായിരിക്കണം. ഇതെന്താ വെങ്കല സിനിമയാ? ഒരാൾക്ക് രണ്ട് പെണ്ണ്, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പെണ്ണിനെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാനാ? ഇത് എവിടുത്തെ ന്യായം, എവിടുത്തെ ന്യായം ഉള്ളത്? അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ നമ്മുടെ കുടുംബത്തിനൊക്കെ പറ്റിയ ആളായിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാതാണോ നിങ്ങൾ ഈ പെണ്ണന്വേഷിക്കാൻ നടക്കണത്? ഒന്ന് വെച്ചിട്ട് പോ. സ്റ്റാറ്റസ് അറിയില്ലേന്ന് എനിക്കറിയാവേ. സ്റ്റാറ്റസ് എന്താന്ന്, കാര്യം എന്താന്ന് അറിയാവോ? ടേക്ക് ഓഫ് അല്ലേ, ഒന്ന് കളറാകാനായിട്ട് ഞാൻ അറിയാൻ പാടെന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചത്. ഒരുപാട് കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്. അല്ലേ എനിക്കറിയാം. എങ്ങനെയാണ് പോണത്? സുഖമല്ലേ? ചെറുക്കന് ഞാൻ നടത്തി കൊടുത്തതാണ് ശ്രുതിയുടെ കല്യാണം. അങ്ങനെ ഗംഭീരമാക്കി വിട്ട സംഭവം. ഇഷ്ടംപോലെ പേരുടെ കല്യാണങ്ങൾ നടത്തിയിട്ട് ഞാൻ കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? ഒരെണ്ണം കൂടി വേണമെങ്കിൽ നോക്കാം, കിടക്കുന്ന സംഭവം ഉണ്ട്. 500 പേരുടെ കല്യാണം നടത്തി. എന്റെ മകളുടെ കാര്യം വന്നപ്പോഴാ കയ്യിൽ നിന്ന് പോയത്. എന്താന്നാ അവക്ക് ഒരുത്തനടി ഇഷ്ടമാണെന്ന്. എന്ത് ചെയ്യാനാന്ന് ഓർക്കണം. എനിക്കാണെങ്കിൽ പ്രേമിക്കുന്ന പെണ്ണുങ്ങളെ കാണുന്ന കല്യാണ്. എന്തായാലും ഇന്നേ അവക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ ടീമെല്ലാം ഇങ്ങോട്ട് വരണുണ്ട്, ചെറുക്കനും വരണുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇവിടെ വെച്ചൊന്ന് ഉറപ്പിച്ച് വിട്ടേക്കാനെന്നുള്ള കാര്യം. എനിക്ക് വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ പേര് പോരുന്നില്ല, എൻ്റെ വർക്കതായി പോയല്ല. എൻ്റെ ദൈവമേ. ഹലോ. ഓ ഹലോ, പട്ടിയുണ്ടോ? ഉണ്ടെങ്കി കെട്ടിയതാണോ? കെട്ടി 10 പിള്ളേരായതാ. അതല്ലെന്ന്, പട്ടി ഉണ്ടെങ്കിൽ കടിക്കുമല്ലോ. പട്ടി പിന്നെ മൗത്ത് ഓർഗൻ വായിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ കേറി വന്നണ്ടാ. അല്ല പട്ടിയുണ്ടോ കടിക്കോ? ഇവരെന്ത് നല്ല കലിപ്പ്. അമ്മച്ചി ആരാ? മനസ്സിലായില്ലേ? ഇല്ല. പയ്യനാണ്. പറഞ്ഞ കേട്ട പയ്യനാണെന്ന്. മുതുക്കം വന്ന് നിക്കേ പയ്യനാണെന്ന്. അതല്ല, എന്തിനാണ് നീ? അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏഞ്ചലുമായിട്ട് 2 വർഷം പ്രേമിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ. ആ കൂടെ നീയായിരുന്ന എന്റെ ഏഞ്ചലിനെ സ്നേഹിച്ചത്? നിന്നൊന്ന് കാണാതിരിക്കുക. നിങ്ങൾക്കറിയോ, എന്റെ മോള് ഒരു ഫോൺ പോലും നോക്കാത്തതാ. ഇപ്പൊ അവളെ ഇടക്കിടക്ക് ഓൺലൈനിൽ വന്ന് പോവുകയാണ്, അറിയാവാ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിൽ വരാൻ കൊറിയർ സർവീസ് ഇല്ലേ നിങ്ങളുടെ മോള്? മോളൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്തുവാ? ചെറുക്കനൊരു വിദൂഷകനാണെന്ന്. കോമഡികൾ മാത്രം പറയുന്ന അതെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജകൊട്ടാരത്തിലാണല്ലോ ഇത് അടിക്കുന്നത്. അതെ അതെ അതെ. നീ പോയിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അന്നേരം മുഹൂർത്തം നോക്കിയിട്ടാണ്. അതല്ല, അന്നേരം അവക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു വിട്ടോളാം. എന്നാലും ഞാൻ നിനക്ക് തരില്ല. അയ്യോ, അത് പറഞ്ഞ പറ്റില്ല. എനിക്ക് ഏഞ്ചലിനെ വേണം. ഏഞ്ചലിന് വേണോന്ന്? പപ്പ വരട്ടെ. നിന്റെ പപ്പ എന്ത് ചെയ്യുന്നു? എന്റെ പപ്പ അറിഞ്ഞൂടെ? ഇല്ല. എന്റെ പപ്പയുടെ പേര് സ്റ്റീഫൻ കരുനാഗപ്പള്ളി. സ്റ്റീഫൻ കരുനാഗപ്പള്ളിയാ? നാട്ടില് ഭയങ്കര ഫേമസാ. പരീക്ഷണവും കേസ് കെട്ട് കാര്യങ്ങളായിട്ടൊക്കെ നടക്കുക. എനിക്ക് വേണം ഏഞ്ചലിനെ. 2 വർഷമാണ് അവള് ബാംഗ്ലൂർ വെച്ച് ഞാൻ പ്രേമിച്ചത്. നീ എവിടെ വെച്ച് പ്രേമിച്ചെന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിനെ ഞാൻ നിനക്ക് കെട്ടിച്ച് തരില്ല, തരില്ല, തരില്ല. തർല തരില്ല. ഏഞ്ചലിനെ തർല തരില്ല, തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. സാരമില്ല. ഇത്രയും സുന്ദരി സുമുഖയായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാകാൻ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ വിധിയെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചോളാം. എന്താന്ന്? മോളെ കെട്ടിച്ചു തരൂലെന്ന്. അല്ല, അത് കഴിഞ്ഞിട്ടൊരു സാധനം പറഞ്ഞായിരുന്നു. സുന്ദരിയും സുമുഖിയുമായ ഒരു അമ്മായിയമ്മയുടെ മരുമകനാകാൻ പറ്റാത്തവന് എനിക്ക് സങ്കടമുണ്ടെന്ന്. ഋതുമതിയായി തെളിമാനം, സുമവതിയായി നദിയോരം, ഹൃദയമയി നിന്നാണം അമ്മച്ചി കണിമലരാ. പോടാ, പോയി അവിടെ ഇരിക്കി. അപ്പൊ എന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിനക്ക് അവളെ കെട്ടിച്ച് തരൂ. വേണം കേട്ടോ. ഉറപ്പായിട്ട് കെട്ടിച്ചിരുന്ന് ഇവിടെ ഇരിക്കും.